7 മക്കളുണ്ട്. അതിൽ 6 പെണ്ണും ഒരാണാണ്. എന്നാൽ ഈ ഒരാണിൽ വേറെ പോയി. എന്നാൽ ഞാനിപ്പോൾ ഒറ്റക്കാണ് എൻ്റെ വീട്ടിൽ സ്വന്തം ജീവിച്ചിരുന്നത്. അപ്പൊ കുട്ടികളില്ലാത്ത പാടാളിനോട് പോയിട്ട് പറഞ്ഞിട്ട് കുട്ടികളില്ല. കുട്ടികൾ ഉണ്ടായില്ലാണ്ട് സുഖമില്ല. കുട്ടികളുണ്ട് ഇച്ച് മറ്റവർക്ക് കുട്ടികളുണ്ട്. കുട്ടികളില്ലാന്നല്ലേ ഒരൊറ്റ കുട്ടി ദുഃഖിച്ചണ്ട കേട്ടോ. കുട്ടികളുണ്ടല്ലേ വലിയൊരു സുഖമില്ല. ഞമ്മക്ക് നാട്ടുകാർ അയൽവാസികളാണ് നമ്മളെ ബന്ധുക്കാർ. ഏറ്റവും ബന്ധുക്കാർ ഞാൻ കണ്ടോടത്ത് നമ്മളെ നാട്ടുകാരും നമ്മളെ കൂട്ടക്കാരുമാണ് നമ്മളെ ബന്ധുക്കാർ അയൽവാസികൾ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓലുമായിട്ട് നമ്മളെ അയൽവാസികളുമായിട്ട് നമ്മളെ ആത്മാർത്ഥത്തിൽ സ്നേഹത്തിൽ നിന്നാൽ മതി. കൂട്ടും കുടുംബത്തിൻ്റെ മക്കളുണ്ട്, പേരക്കളുണ്ട്. ഓല് നോക്കും. ഓലുണ്ട് എനിക്കില്ലാണ്ട് നമ്മളാരും സ്നേഹിക്കണ്ട. അത്ര മാത്രമേ എനിക്കെന്നോട് പറയണം. ഞാൻ പാലറ്റീവ് പോണ ബല്യണ്ടറാ. എനിക്കിപ്പോൾ ഒരൊറ്റ തെളിവുള്ള എന്താറിയോ, എനിക്ക് ഒരൊറ്റ കൊടുത്തുള്ളത് പാലറ്റീവിൽ പോകണമെങ്കിൽ 11ാമത്തെ കൊല്ലാത് ഞാനിവിടെയെങ്കിലും സുഖമില്ലാണ്ടായി കിടന്നു കഴിഞ്ഞാൽ എന്നെ പാലറ്റീവുകാർ വരും നോക്കുന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ല എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ലാട്ടെല്ലാം ഞാൻ ജീവിച്ചിനോട്ടോ. നിങ്ങളോട് യഥാർത്ഥം പറയാൻ ഞാൻ സത്യം പറഞ്ഞത്. ഞാൻ കടന്ന് ഞാനെൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളോട് അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കറക്കുണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ. ഞാനെൻ്റെ പേരൻ്റെ അക്കത്തുനിന്ന് വീണ് കൂരൻ്റെ എല്ല് പൊട്ടി അനുഭവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നെ കാണാൻ വന്നോലും. കൂരൻ്റെ എല്ല് പൊട്ടി ഞെടുമുള്ളെല്ല് പൊട്ടിയ മനസ്സിനെ ഞാൻ ഈ നടക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നടക്കേണ്ടി വന്നത്? ഇപ്പം ഈ അവസരത്തിൽ ഞാൻ പാലറ്റീവിലേക്ക് രോഗികളെ നോക്കാൻ പോയ ഒരു അനുഗ്രഹം അള്ള എനിക്ക് തന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇവിടെ നടക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നടക്കാത്തൂല. അതാണ് എനിക്ക് കൂടുതൽ ഇരിക്കുന്ന ഞാൻ നിൽക്കാനൊന്നും വെച്ച് വെച്ചാൽ. കാരണം കാല് പോയി ഞെടുമുള്ളല് പൊട്ടിയിട്ട് ഇത്രയും നടക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ എല്ലാ വിഷയത്തിനും മുമ്പത്തെ പോലെ നടക്കണം. ഞെടുമുള്ളലും പൊട്ടി ഊരലും പൊട്ടിയാണ് ഞാൻ അത് അട്ടത്തിന് വീണതാണ്. അതെന്നെ നോക്കിയതൊക്കെ എൻ്റെ നാട്ടുകാരുണ്ടായിട്ടാണ്, അയൽവാസികളും പാലറ്റീവും. അപ്പൊ പാലറ്റീവും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ആത്മാർത്ഥത്തിൽ ജീവിക്കണം. അപ്പൊ ആ പാലറ്റീവ് നമ്മളെ നോക്കും. പാലറ്റീവൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞോലൊക്കെ നിങ്ങളൊക്കെ അടുത്ത് പാലറ്റീവിലുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ബലണ്ടറായിട്ട് രോഗികളെടുത്ത് പോകണം. ഇതാ എനിക്ക് പറയാനുള്ളത്. പാലറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. മക്കളെ നോക്കാം, മക്കളുണ്ട് എടുത്ത് അതിന്റെ പുറമെ നോക്കാനുള്ളവരാണ്. അപ്പൊ എന്താ ചെയ്താലുള്ളത് നമ്മൾ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഈ പാലറ്റീവിൽ നിങ്ങൾക്കൊക്കെ ഉണ്ട്. പാലറ്റീവ് ഒക്കെ നിങ്ങൾ ബലണ്ടറായിട്ട് ഓരോ മാസത്തിൽ ഓരോ ദിവസം രോഗികളെ നോക്കാൻ നിങ്ങളൊക്കെ പോകണം. അപ്പൊ നിങ്ങൾക്ക് ഞമ്മക്കൊന്നും ഒരു രോഗമില്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ എല്ലാവരും മരിച്ച് സുഖമില്ല ഒരു സുഖമില്ലായ്മ നമുക്കുണ്ടാവില്ല. നമ്മളാട്ടിലും വലിയ രോഗികളെ നമ്മൾ കണ്ടാൽ. എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ ഒരുപാട് സുഖമില്ലായി ഉണ്ട്. എന്നാൽ എനിക്ക് ഒരു സുഖമില്ലായി ഇല്ല. എന്തുകൊണ്ടില്ലാത്ത ഞാൻ അതിലും മോശപ്പെട്ട രോഗി കടക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ ഏരിയത്ത് പോയി വരുന്നത് എനിക്ക് ഒരു സൂക്കടും ഇല്ല. അതാണ് പറയാനുള്ളത്. അപ്പൊ ഞമ്മക്കൊന്നും സൂക്കടില്ല നമ്മൾ കിടക്കുന്ന കണ്ടാൽ. അപ്പൊ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ രോഗികളെ ഏരിയത്തെ മാസത്തിൽ ഒരിക്കലെങ്കിലും കിടക്കുന്ന രോഗികളെ എടുത്ത് പാലറ്റീവിലെ വല്യണ്ടർമാരൊപ്പം നിങ്ങൾ പോകണം. ഇത് ഇത്ര മാത്രം പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ മക്കളില്ലാന്നില്ലാണ്ട് ഈ കൂട്ടത്തിൽ ഒറ്റ കുട്ടികളും വിഷമിക്കരുത് കേട്ടോ. കാരണം നമ്മളെ മക്കൾ നമ്മളെ സ്വന്തം അയൽവാസികളും നമ്മളെ നാട്ടുകാരാണ്. അത് എല്ലാവരും നോക്കും. ആ വിശ്വാസത്തിൽ മനസ്സ് സമാധാനത്തിൽ നിങ്ങളൊക്കെ ജീവിക്കണം. ഇഷ്ട കുട്ടികളില്ല, ഓക്ക് കുട്ടികളുണ്ടല്ലോ, ഓളെ കുട്ടികൾ നോക്കും. എൻ്റെ കുട്ടികൾ ചോദിച്ചാൽ അത് ആരും വിഷമിക്കണ്ട കേട്ടോ. കുട്ടികളില്ലാന്നുള്ള ഒരു വിഷമം ഈ കൂട്ടത്തിൽ ഒരാളും വിചാരിച്ചാൽ എൻ്റെ മുന്നിൽ എത്രയോ ആളുണ്ട് ഇവിടെ കുട്ടികളില്ലാന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുട്ടികളില്ലാന്നുള്ള ഒരു വിഷമങ്ങൾ ആരും വിഷമിക്കണ്ട. കാരണം നമ്മൾ നോക്കാൻ ആളുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ വിഷമിക്കുന്നത്? കുട്ടികളിലുള്ളവരൊന്നും നോക്കണില്ല. ഞാൻ ഈ ഏറ്റവും സ്ഥലത്ത് ഞാൻ നടന്ന് കണ്ടിട്ട് ആടും കൂടി തട്ടിയോണ്ട് നടക്കുന്നതിൻ്റെ കണ്ണിൽ കാണുന്ന ആളാണ് ഞാൻ. ഇതൊന്നും ഞാൻ ഇവിടെ ആവർത്തിച്ചാലല്ലേ ഞാൻ അനങ്ങാതെ നിന്നതാ മക്കളെ. അപ്പൊ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എനിക്ക് കേട്ടോ. സന്തോഷം എല്ലാവരോടും.